ഇനി 6, 7 പിന്നെ 8 എന്താണ് ഒരു തിയറിയാണ്, അതും കൂടെ കവർ ചെയ്യാം ഈ വീഡിയോയിൽ നമുക്ക്. ഓക്കെ, നോക്കാം ക്വസ്റ്റ്യൻ. ഏതാണ് 6? 6 എയും പിന്നെ ബിയും ഏതായിരിക്കും? മാർജിനൽ കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, പറയാം. ക്വസ്റ്റ്യൻ വായിക്കാം. India Limited engaged in production activities. An analysis of their accounting reveals variable cost per unit 20, fixed cost 50,000, capacity 2,000 unit per annum per year. Selling price 370. First one number is break-even point. Very simple. And the fixed cost divided by contribution per unit. Fixed cost 50,000 divided by contribution per unit. 70 minus 20 വരും 50. ഓക്കെ അല്ലേ? ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് വാരിയബിൾ കോസ്റ്റ്, വിച്ച് മീൻസ് എന്തെങ്കിലും കണ്ടതാ ഇൻ റുപ്പീസിൽ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്ര വരും? 70,000. യൂണിറ്റ് എത്ര യൂണിറ്റ്? 5000 ഡിവൈഡ് ബൈ 50, 1000 ആണോ? ഓക്കെ. രണ്ടാമത്തെ ചോദ്യം ഏതാണ്? ഫൈൻഡ് ദ നമ്പർ ഓഫ് യൂണിറ്റ് ടു ബി സോൾഡ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഏതാ? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. എത്ര ആൻസർ വരും? 1600 വരും. ചെയ്ത് നോക്കാം. 50,000 ഫിക്സഡ് കോസ്റ്റ് പ്ലസ് 30,000 ഡിവൈഡ് ബൈ 50, 1600 അല്ലേ? ദെൻ അടുത്ത ഭാഗം ശ്രദ്ധിക്കണം. ഇഫ് ദ കമ്പനി ക്യാൻ മാനുഫാക്ചർ 600 യൂണിറ്റ് മോർ പെർ ഇയർ. അപ്പോൾ നിലവിൽ ഇപ്പോൾ എത്ര യൂണിറ്റ് ഉണ്ടാക്കുന്നത്? 2000 അല്ലേ? കൂടാതെ ഒരു 600 യൂണിറ്റ് കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ, അങ്ങനെ പറഞ്ഞാൽ എത്ര യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്? 2,400. അങ്ങനെയാണെങ്കിൽ അഡീഷണൽ ഫിക്സ്ഡ് കോസ്റ്റ് എത്ര വരും? 2,000 രൂപ വരും. നിലവിൽ 50,000 ഉള്ളത് എത്രയാവും? 52,000. വാട്ട് വുഡ് ബി ദ സെല്ലിംഗ് പ്രൈസ് ടു മെയിൻറ്റെയിൻ ദ പ്രോഫിറ്റ് പെർ യൂണിറ്റ് ആസ് അറ്റ് ഏതാണ്? 2 എബോവ്. അഥവാ ഈ സിറ്റുവേഷനിൽ, മുന്നത്തെ സിറ്റുവേഷനിലെ 30,000 തന്നെ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എത്ര എന്ത് രൂപയായിരിക്കണം സെല്ലിംഗ് പ്രൈസ്? അപ്പോൾ ആദ്യം തന്നെ പ്രോഫിറ്റ് പെർ യൂണിറ്റ് കാണും. കേസ് 2 പ്രോഫിറ്റ് എത്രയാ? 30,000. കേസ് 2 എത്ര യൂണിറ്റാണ് വിൽക്കേണ്ടത്? 1600. അപ്പോൾ ഒരു യൂണിറ്റിന് എത്ര പ്രോഫിറ്റ് കിട്ടും? 18 രൂപ 75 പൈസ. ഇവിടുത്തെ ഏറ്റവും ട്വിസ്റ്റ് ആയിട്ടുള്ള സാധനം ഇതിൽ നിന്ന് ഇങ്ങോട്ട് ചേക്കാറുള്ളത്. അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകും. അഥവാ കേസ് ഏതിലാണ്? 2 ഒന്നുകൂടെ വായിച്ചാൽ വാട്ട് വുഡ് ബി ദ സെല്ലിംഗ് പ്രൈസ് ടു മെയിൻറ്റെയിൻ ദ പ്രോഫിറ്റ് പെർ യൂണിറ്റ് ആസറ്റ് എത്രയാണ്? 2. അപ്പോൾ 2 സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്, പ്രോഫിറ്റ് പെർ യൂണിറ്റ് എത്രയാണോ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള എന്ത് ഒരു സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കാണണം? ആ പ്രോഫിറ്റ് കാണണം പെർ യൂണിറ്റ്. കണ്ടു. വി ആർ ഗോയിങ് ടു പ്രൊഡ്യൂസ്. ഇനി എത്ര യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? 2,600. മനസ്സിലായില്ലേ? അഡീഷണൽ 600 കൂടെ ആകുമ്പോൾ 2,600. അപ്പോൾ ഷുഡ് മെയിൻറ്റെയിൻ പെർ യൂണിറ്റ് പ്രോഫിറ്റ് എത്ര ആവും വേണം? 18.75. ശ്രദ്ധിച്ചു, സിമ്പിളാണ് കാൽക്കുലേഷൻ. സെയിൽസ് എത്ര യൂണിറ്റാന്ന് അറിയാം? 2,600. സെല്ലിംഗ് പ്രൈസ് എത്ര? ഇതാണ് കാണേണ്ടത്. ഓക്കെ, വെയിറ്റ് ചെയ്യണം. ഇതറിയില്ല കേട്ടോ. വാരിയബിൾ കോസ്റ്റ് പറയാൻ പറ്റുമോ? പറ്റും. എങ്ങനെ പറയാൻ പറ്റും? 2,600 × 20. അപ്പോൾ എത്ര വരും? 52,000. കോൺട്രിബ്യൂഷൻ അറിയില്ല. ഫിക്സ്ഡ് കോസ്റ്റ് അറിയാം. എത്ര? 52,000. പ്രോഫിറ്റ് അറിയാം, കാരണം പ്രോഫിറ്റ് പെർ യൂണിറ്റ് എത്ര കാണണം? 18.75 അല്ലേ? അപ്പോൾ ആദ്യം 18.75 × 2,600 അടിച്ചാൽ എത്ര കിട്ടും? 48,750. 48 പ്ലസ് 750 പ്ലസ് 52,000 ബാക്ക്വേർഡ് ചെയ്താൽ മതി. അപ്പോൾ കോൺട്രിബ്യൂഷൻ എത്ര കിട്ടും? 1,750,000 കിട്ടുന്നില്ലേ? 1,750,000 52,000 കുറച്ച് എന്ത് കിട്ടും? ടോട്ടൽ സെയിൽസ് കിട്ടും 1,52,750. ഓക്കെ അല്ലേ?
ഡിവൈഡഡ് ബൈ എത്ര അടിച്ചാൽ മതി? 2600 അടിച്ചാൽ എന്ത് കിട്ടും? അറിയുന്നുണ്ട്. ഓക്കെ ആണോ? ചെയ്ത് തരേണ്ട ആവശ്യമില്ല, ബാക്ക്വേർഡ് ആണ്, ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് ചെയ്യണോ? ഓക്കെ അല്ലേ? എങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? ഇതൊന്നും അറിയില്ല. ഓക്കെ അല്ലേ? ഇതാർക്കും അറിയാത്തത്? സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ്. പ്രോഫിറ്റ് അറിയാതെ കണ്ടെത്തിക്കൂടെ? പ്രോഫിറ്റ് നമ്മുടെ ടാർഗറ്റ് പ്രോഫിറ്റ് ഒരു യൂണിറ്റ് 18 രൂപ 75 പൈസയാണ്. ഓക്കെ അല്ലേ? ഇൻറ്റു 2600 യൂണിറ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് 50 ഉള്ളത് 2000 കൂടി 52,000. അപ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്ര വരും? വാരിയബിൾ കോസ്റ്റ് അറിയാം. കോൺട്രിബ്യൂഷൻ മൈനസ് വാരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് അല്ലേ? സെയിൽസ് എത്ര അറിയാം? അപ്പോൾ അങ്ങനെ ബാലൻസ് ചെയ്ത് 1,52,750 ഡിവൈഡ് ബൈ 2600 എന്ന് പറയുമ്പോൾ എത്ര വരും? 58 പോയിന്റ്. ഓക്കെ അല്ലേ? അപ്പോൾ എഴുതാണ് ഹെൻസ് ദ ടാർഗറ്റ് സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കണം? 58.75 ടു മെയിൻറ്റെയിൻ എ പ്രോഫിറ്റ് ഓഫ് എത്രയാണ്? 18.75. അടുത്ത ദിവസത്തിലേക്ക് പോകാം. ABC ലിമിറ്റഡ് മാർജിനിൽ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. 7 ഏതാണ്? 7 6 വായിച്ചോ. 3 പ്രൊഡക്റ്റുകളുണ്ട്. ഓക്കെ അല്ലേ? അതിൻ്റെയൊക്കെ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. എത്രയാണ് സെല്ലിംഗ് പ്രൈസും യൂണിറ്റ് കോസ്റ്റും മറ്റൊക്കെ തന്നിട്ടുണ്ട്. എത്ര യൂണിറ്റ് ആ പ്രൊഡക്റ്റ് എ ഉണ്ടാക്കുന്നത്? 3000, 2000, 5000. പിന്നെ കോസ്റ്റുകൾ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഉണ്ട്, പിന്നെ ഇതുണ്ട് ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 32. സെല്ലിംഗ് പ്രൈസ് 40, 40 32 കുറച്ചാൽ കോസ്റ്റ് കുറച്ചാൽ എന്ത് കിട്ടും? 8 രൂപ പ്രോഫിറ്റ് കിട്ടും. ദ മാനേജ്മെന്റ് വാണ്ട് ടു ഡിസ്കണ്ടിന്യൂ വൺ ലൈൻ. ഈ പറയുന്ന ABC-യിൽ ഏതെങ്കിലും ഒന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോവാം. And give your assurance that the production in 2 other lanes shall raise by 50%. Give you assurance that. അങ്ങനെ പറഞ്ഞ് ഞാൻ പറയട്ടെ, ശ്രദ്ധിക്കും. എ വേണ്ടെന്ന് വെച്ച് ഓക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്ത്. അപ്പം എന്താണ്ടാവാം? ബിയുടെയും സിയുടെയും പ്രൊഡക്ഷൻ എത്ര ഇപ്പോൾ ഉള്ളത്? 7000. അത് എത്ര ആവും? 14,000. അതുപോലെ 2000 കൂടി എത്ര ആവും? 50% എന്നല്ലേ? സോറി 50%. അപ്പോൾ 2000-ൻ്റെ 50% എത്ര വരുന്നു? 1000. അപ്പോൾ ഇത് എത്ര ആവും? 3000 ആവും. 5000-ൻ്റെ 50% 2000. അപ്പോൾ ഇത് എത്ര ആവും? 7500. ബി ആണ് ഒഴിവാക്കാന്ന് വിചാരിക്കുക. അപ്പം എയുടെ 3000-ൻ്റെ 50% 1500 എത്ര? 4500 ആവും. പിന്നെ സി എത്ര ആവും? 7500. മനസ്സിലായില്ല? അതാണ് ഉദ്ദേശം. റിപ്പീറ്റ് ചെയ്യണം. The management want to discontinue one lane, give you assurance that in the production 2 other lanes shall raise by 40%. They intend to discontinue the lane with the product A. അവർ പറഞ്ഞിട്ട് എ ആണ് ഒഴിവാക്കാൻ പോകുന്നത്. As it is less profitable. അല്ലേ? 3 പ്രോഫിറ്റ് നോക്കിയാൽ ഏറ്റവും കുറവ് ഇതിനാ ഏക്ക. ആസ് എ കോസ്റ്റ് അക്കൗണ്ടന്റ് എന്ന രീതിയിൽ നിങ്ങളുടെ അഭിപ്രായം പറയാനാണ്. ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പോൾ നമ്മൾ ഇപ്പം നിലവിലുള്ള പ്രോഫിറ്റ് കാണണം, എന്നിട്ട് ഇത് ഒഴിവാക്കിയിട്ടുള്ള പ്രോഫിറ്റ് കാണണം. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ ഞാൻ കാറ്റഗറൈസ് ചെയ്യാം. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? നത്തിങ് റൈറ്റ്. എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ് ABC നമ്മൾ സാധാരണ കാണുന്ന പോലെ സെയിൽസിൽ നിന്ന് എന്ത് ലെസ് ചെയ്യാം? വാരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. യൂണിറ്റ് 3000 ആണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ ഇൻറ്റു യൂണിറ്റ് അടിച്ചാൽ ടോട്ടൽ കോൺട്രിബ്യൂഷൻ കിട്ടും. ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്താൽ പരിപാടി കഴിയും. ഫിക്സഡ് കോസ്റ്റ് ഇവിടെ 5 ആണ്. 5 × എത്രയാണ്? 3000. ഓക്കെ അല്ലേ? യെസ്. മറ്റടുത്ത് 8 ആണ്, 9 ആണ്, 2000, 5000. ഓക്കെ അല്ലേ? 8 × 2000, 9 × 5000. സിമ്പിൾ അല്ലേ? പ്രോഫിറ്റ് 24, 28, 45 ഒക്കെ കൂടെ കൂട്ടിയാൽ 97,000. അതാണ് നിലവിലെ പ്രോഫിറ്റ്. ഇനി ക്ലോസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചാൽ എ ക്ലോസ് ചെയ്താൽ എന്താ ഉണ്ടാവുക? കോൺട്രിബ്യൂഷൻ ബിയിൽ നിന്ന് 22,18 കിട്ടും. പക്ഷെ രസം എന്താണെന്ന് വെച്ചാൽ യൂണിറ്റ് എത്രയല്ല, ബിയുടെ യൂണിറ്റ് എത്രയായിരുന്നു മുന്നേ? 2000. എ ക്ലോസ് ചെയ്താൽ എത്ര ആവും? അതിൻ്റെ 50% കൂടെ 1000 കൂടി എത്ര ആവും? 3000. ഓക്കെ അല്ലേ? കുഴപ്പമില്ല. ഇവിടെ എഴുതിയിട്ടുണ്ട് 2000 × 150%. അതേപോലെ ഇവിടെ 5000 × എത്രയാണ്? 150%. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് 7500. അപ്പോൾ പുതിയ കോൺട്രിബ്യൂഷൻ എത്ര ആവും? ഫിക്സഡ് കോസ്റ്റ് 76,000. ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ എമൗണ്ട് എത്ര ഉള്ളത്? ഇതൊക്കെ കൂടെ കൂട്ടിയാൽ എത്ര വരും?
ടോട്ടൽ ചെയ്താൽ 15 + 16 + 45. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഒരു അസംഷൻ ഉണ്ട്, ഫിക്സഡ് കോസ്റ്റ് ഓഫ് എ വിൽ ബി ദർ ഈവൻ ഇഫ് എ ഡിസ്കണ്ടിന്യൂ. ഈവൻ ഇഫ് എന്നാ. ഓക്കെ അല്ലേ? ഡിസ്കണ്ടിന്യൂ ചെയ്താലും അതുണ്ടാവും നമ്മുടെ എന്താ അസംഷൻ. അറിയുന്നല്ലോ. ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ടായാലും ഒരു പ്രൊഡക്റ്റ് ഒഴിവാക്കി ബിൽഡിങ്ങിൻ്റെ റെൻ്റ് അപ്പോഴും നമ്മൾ മുൻപത്തെ പോലെ തന്നെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. ഫിക്സഡ് ഓവർ അബ്സോർബ് ചെയ്യുന്നത് നോർമൽ കപ്പാസിറ്റിയിലാണ്. ഇതാണ് ഉദ്ദേശിച്ചത്, നോർമൽ കപ്പാസിറ്റി. ഓക്കെ അല്ലേ? എന്താ ചിലപ്പോൾ കുട്ടികൾക്ക് ഒരു ഡൗട്ട് വരും, നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, സാർ അവിടെ 8x2000 അല്ലേ ഇവിടെ ഫിക്സഡ് കോസ്റ്റ് എടുത്തുള്ളത്? അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ അതിനനുസരിച്ച് മാറും. ഇവിടെ 2000 അല്ലല്ലോ, ഇവിടെ 3000 പിന്നെ 7500 അല്ലേ? ഓക്കെ, നമ്മൾ ഓൾറെഡി പലപ്പോഴും പറഞ്ഞൊരു വിഷയമാണിത്. നോർമലി ഉണ്ടാവും. ശരിക്കും ഫിക്സഡ് കോസ്റ്റ് എമൗണ്ട് ഈ 76,000 അല്ലെങ്കിൽ ഈ 15,000 എങ്ങനെയാണ് വന്നത്? ഇപ്പോൾ എ എന്നുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടറിയുടെ റെൻ്റ് എത്രയാണെന്ന് വിചാരിക്കുക, 15,000 എന്ന് വിചാരിക്കാം. എത്ര ഉണ്ടാക്കുമെന്ന് നമ്മുടെ പ്രതീക്ഷ 3000. ശരിക്കും റെൻ്റ് എങ്ങനെയാണ് പറയേണ്ടത്? 15 5 എന്നാണോ പറയേണ്ടത്? 15 എന്നാണ് പറയുന്നത്. 15,000 റുപ്യാണ് റെൻ്റ് ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക്. എത്ര യൂണിറ്റ് ഉണ്ടാക്കാൻ? 3000. അപ്പോൾ ഒരു യൂണിറ്റിന് എത്ര വരും? 5. നിങ്ങൾ ഉണ്ടാക്കിയ യൂണിറ്റ് എത്ര? 2500 അതിനനുസരിച്ച് കുറയോ? ഇല്ല, കുറയോ കൂടൊന്നും ഇല്ലല്ലോ. റെൻ്റ് എത്ര തന്നെ ആയിരിക്കും? 15,000. അപ്പോൾ കപ്പാസിറ്റി നോർമലാണ് ചെയ്യുന്നത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇത് എ ഡിസ്കണ്ടിന്യൂ ചെയ്യാതെ കണ്ടിന്യൂ ചെയ്താൽ 97,000 കിട്ടും. എ ഒഴിവാക്കിയ 1,20,000. അപ്പോൾ ഏറ്റവും ബെറ്റർ ഏതാണ്? ഓക്കെ അല്ലേ? യെസ്. കാരണം പ്രോഫിറ്റ് എത്ര എമൗണ്ട് കൂടാൻ സഹായകവും? 28,000 രൂപ. 28,000 എങ്ങനെ കിട്ടും? രണ്ട് തമ്മിൽ ഡിഫറൻസ് എടുത്താൽ മതി. 1,25,000 97,000. ഓക്കെ അല്ലേ? പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള നോട്ടാണ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട സാധനമാണ് 7A. ഏതാണ്? ക്യാഷ് ബഡ്ജറ്റ്. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് ക്യാഷ് പൊസിഷൻ അറ്റ് ദ എൻഡ് ഓഫ് ഏപ്രിൽ, മെയ്, പിന്നെ ഏതാണ്? ജൂൺ. ഒന്ന് വായിച്ചു നോക്കും. മനസ്സിലായി? നമുക്കറിയാം ഒരു ക്യാഷ് ബഡ്ജറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ, ഞാൻ അതേ ആൻസറിലേക്ക് വരാം. ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ റിസീപ്റ്റുകൾ ആഡ് ചെയ്യുന്നു, പേയ്മെൻറ്റ് എന്ത് ചെയ്യുന്നു? ലിസ്റ്റ് ചെയ്യുന്നു. നമുക്കറിയാം ഈ റിസീപ്റ്റും പേയ്മെൻറ്റൊക്കെ ഏതാണ്? ആക്ച്വൽ അല്ല, ഏതാണ്? എക്സ്പെക്റ്റഡ് ആണ്. ഈ പേയ്മെൻറ്റും എന്തായിരിക്കും? എക്സ്പെക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇറ്റ്സ് നോട്ട് ആക്ച്വൽ. ദെൻ എന്നിട്ട് അറിയാം ഇവിടുത്തെ ക്ലോസിംഗ് ബിക്കം ഓപ്പണിംഗ് ഓഫ് നെക്സ്റ്റ്. ഇവിടെ 3 മാസത്തെ പറഞ്ഞിട്ടുള്ള ഏതാണ്? ഏപ്രിൽ, മെയ്, ജൂൺ. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് ക്യാഷ് പൊസിഷൻ എൻഡ് ഓഫ് ഏപ്രിൽ, മെയ്, ജൂൺ. സെയിൽസ് എന്നുണ്ട്, പർച്ചേസ് എന്നുണ്ട് അല്ലേ? സെയിൽസ് നോർമലി എന്താണ്? ക്യാഷിൻ്റെ ഇൻഫ്ലോ ആവാനുള്ള സാധനമാണ്. പർച്ചേസ് എന്താണ്? ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ പേയ്മെൻ്റ് ആണ്. വേജസും സെയിൽസ് എക്സ്പെൻസൊക്കെ എന്താണ്? പേയ്മെൻ്റ് ആണ്. സെയിൽസിൻ്റെ 10% റിയലൈസ് ഇൻ ദി മന്ത് ഓഫ് സെയിൽസ് ആണ്. അങ്ങനെ പറഞ്ഞാൽ ഈ സെയിൽസിൻ്റെ 10% എന്താണ്? ക്യാഷ് സെയിൽസ് ആണ്. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ ഇത് പറഞ്ഞുള്ളത് ഏതൊക്കെയാണ്? ഏപ്രിൽ, മെയ് അല്ലേ? ഇതാണ് നമ്മുടെ ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏപ്രിൽ മാസത്തെ സെയിൽസ് എത്രയാണ്? 70,000. അതിൻ്റെ 10% ഏതാണ്? ക്യാഷ് സെയിൽസ് ആണ്. അപ്പോൾ അതേ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ബാലൻസ് ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, എത്ര എമൗണ്ട് ഉള്ളത്? 40,000 എഴുതാണ്. 40,000. അതിൻ്റെ കൂടെ റിസീപ്റ്റിൽ ഫസ്റ്റ് സാധനം ഏതാണ്? ക്യാഷ് സെയിൽസ്. ഒന്നും പറയാനില്ല,
അതത് സെയിൽസിൻ്റെ എത്ര ശതമാനം? 10%. അപ്പോൾ 70,000-ൻ്റെ 10%, 7,000, പിന്നെ 1160, പിന്നെ എത്രയാണ്? 8,500. ഓക്കെ അല്ലേ? 1160, പിന്നെ 8,500. പ്രൊപ്പഞ്ചലോ. ഇനി അടുത്ത് കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ റിസീവ്ഡ് ഫ്രം ഏതാണ്? ഡെപ്റ്റേഴ്സ് ആണ്. അപ്പോൾ 90% അല്ലേ ബാലൻസ് ഉള്ളത്? ഓക്കെ. ആ എന്ന് കിട്ടുന്നതാണ് ബാലൻസ് ഈക്വലി റിയലൈസ്ഡ് ഇൻ 2 സബ്സിക്വൻറ്റ് മന്ത്. പിന്നെ വരുന്ന സബ്സിക്വൻറ്റ് മന്തിൽ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുന്നത് ശ്രദ്ധിക്കാം. ഏപ്രിൽ മാസം നമ്മളുള്ളത് അല്ലേ? ഏപ്രിൽ മാസത്തിൻ്റെ കണക്ക് പറയുമ്പോൾ 50,000-ൻ്റെ എത്രയാണ്? 90% ഏതാണ്? ക്രെഡിറ്റ് സെയിൽസ് ആണ്. അതോ ഡെപ്റ്റേഴ്സിൽ നിന്ന് പൈസ കിട്ടില്ല. അപ്പോൾ കണ്ട 70,000-ൻ്റെ 90%. അതിൻ്റെ നേരെ പകുതി എന്നാ കിട്ടുക? മെയ്യിൽ കിട്ടും. ബാക്കി പകുതി എന്ന് കിട്ടും? ജൂണിൽ കിട്ടും. അങ്ങനെയല്ലേ ഇത് മീനി? അങ്ങനെ തന്നെയല്ലേ? 10% റിയലൈസ് ചെയ്യുന്ന മന്ത്സ് ഓഫ് സെയിൽസ് ബാലൻസ് ഈക്വൽ റിയലൈസ് ഇൻ 2 സബ്സിക്വൻറ്റ് മന്ത്. പിന്നീട് വരുന്ന 2 മാസങ്ങളിൽ കിട്ടും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഏപ്രിൽ നിൽക്കുമ്പോൾ നമുക്ക് ഏപ്രിൽ ഏതൊക്കെ പൈസ ഉണ്ടാവും? ഫെബ്രുവരി 1,20,000 അല്ലേ? അതിൻ്റെ എത്ര ശതമാനം? 90%-ൻ്റെ 50%. എത്ര വരും? 50,000. 54,000 മനസ്സിലുണ്ടാവട്ടെ. അതേപോലെ ഏപ്രിലിന് മുൻപുള്ള മാർച്ച് 1-30-ൻ്റെ 90%-ൻ്റെ 50%. എത്ര വരും? 58 പ്ലസ് 54,000, 1,12,500. കുഴപ്പമില്ല. നമ്മൾ ക്ലാസ്സിൽ ചെയ്യാം. ഇവിടെ ഓൾറെഡി ഉണ്ട്. ശരി. റിയലൈസ് നെക്സ്റ്റ് മന്ത്, അതുപോലെ റിസീവ്ഡ് ഇൻ സെക്കൻഡ് മന്ത്. കണ്ടോ? ഓക്കെ ആണോ? ക്ലിയർ? നമ്മൾ ചെയ്യാറുള്ള എങ്ങനെയാണ്? നമ്മുടെ ഒരു പാറ്റേൺ ഓർക്കുണ്ടാവുള്ളൂ. 90% ഓഫ് ഏതാണ്? 50% ഓഫ് ഏതാണ്? ക്രെഡിറ്റ് സെയിൽസ്. ഓഫ് ഏതാണ്? പ്രീവിയസ് മന്ത്. പിന്നെ അടുത്ത ഏതായിരുന്നു? 50% ഓഫ് ക്രെഡിറ്റ് സെയിൽസ് ഓഫ് പ്രിസീഡിങ് പ്രീവിയസ് മന്ത്. അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ചേർന്നാൽ കിട്ടിയല്ല. ഞാൻ അടുത്തതും കൂടെ ചെക്ക് ചെയ്യണം. മെയ്ഡ് നോക്കാം. മെയ്ഡ് എങ്ങനെ നോക്കേണ്ടത്? മാർച്ചിലെ ചെയ്ത് നോക്കും. 1,30,000-ൻ്റെ 90%, 50%. 58,500. ഇതിനടുത്ത് മെയ്യിൽ തന്നെ ഏപ്രിൽ എമൗണ്ട് 70,000-ൻ്റെ 90%-ൻ്റെ 50%. 31, രണ്ടും കൂടെ കൂട്ടിയാൽ 90,000 കിട്ടൂല്ലേ? ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇതന്നെ മെയിനായിട്ടുള്ളൂ. ഇനി അടുത്തൊക്കെ എളുപ്പമാണ്. അടുത്തേതാ? പർച്ചേസ് ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ഇൻ മന്ത് ഓഫ് ഫോളോയിങ് മന്ത് ഓഫ് സപ്ലൈ. സിമ്പിൾ. ഒന്നുമില്ല. ഇപ്പോൾ ഫെബ്രുവരിയിൽ പർച്ചേസ് ചെയ്ത 80,000 അല്ലേ? അത് ഫുള്ളി എന്താണ്? അപ്പോൾ ഫുള്ളി ഇവിടെ 100% എന്താണ്? 100% എന്താണെന്ന് മനസ്സിലായി? ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ക്യാഷ് പർച്ചേസ് ഇല്ല, വേണ്ട. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. 1,00,000-ൻ്റെ എത്ര ശതമാനം? 98,000 അല്ലേ? ഈ എമൗണ്ട് എന്നാ കൊടുക്കാം? ഏപ്രിൽ കൊടുക്കും. പിന്നെ 1,00,000 എന്ന് കൊടുക്കും? മെയ്യിൽ കൊടുക്കും. പിന്നെ 1,03,000 എന്ന് കൊടുക്കും? ജൂണിൽ കൊടുക്കും. അപ്പോൾ 98, 1,00,000, 98, 1,00,000 എന്താ? 1,00,000 നത്തിങ്. സിമ്പിൾ, വെരി സിമ്പിൾ. അടുത്ത് പറയുന്നത് എന്താണ്? വേജസ് 20% പെയ്ഡ് ഇൻ അരിയർ ഇൻ ദ ഫോളോവിങ് മന്ത്. 20% എന്താണ്? അരിയർ ഉണ്ട്. എപ്പോഴാണ് കൊടുക്കുക? അപ്പോൾ 80% എപ്പോഴാണ് കൊടുക്കുക? കാണിച്ചാൽ വേജസ് ഏപ്രിൽ എത്ര ഉണ്ട്? 8,000 അല്ലേ? അതിൻ്റെ എത്രയാണ് അപ്പം കൊടുക്കുക? 80%. 8,000-ന് 80% എത്ര വരും? 6,400 കൊടുക്കും. പിന്നെ കഴിഞ്ഞ മാസമല്ലേ മാർച്ച്, അതിൽ 12,000-ൻ്റെ എത്ര ശതമാനം അന്ന് കൊടുത്തിട്ടുണ്ടാവാം? 80. ബാക്കി എത്ര ഉണ്ട്? 20%. എത്ര വരും? 2,400 പ്ലസ് 2,400 എത്ര വരും? 8,800. ഓക്കെ അല്ലേ? ക്ലിയർ? പ്രശ്നം ചില. അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മൾ ഇക്വേഷൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ സെറ്റ് ചെയ്യാം? വേജസ് 80% ഓഫ് ഏതാണ്? കറണ്ട് മന്തും പിന്നെ ഏതാണ്? 20% ഓഫ് ഏതാണ്? പ്രീവിയസ് മന്തും. അങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്താൽ കിട്ടും.
അടുത്ത ഏതാ പറയുന്നത്? സെയിൽസ് എക്സ്പെൻസ് പെയ്ഡ് ഇൻ ദ മന്ത് ഇറ്റ് സെൽഫ്. ആ മാസം തന്നെ കൊടുക്കും. അപ്പോൾ ഒന്നും ചെയ്യാനില്ല. അത്ര 5, 10, 8. സെയിൽസ് എക്സ്പെൻസ് ഡയറക്റ്റ് എഴുതിയെങ്കിൽ 5, 10 പിന്നെ 8. സിമ്പിൾ അല്ലേ? മുകളിലത്തെ കഴിഞ്ഞ് ഇനി അടിയിൽ നിന്ന് വേജസ് കഴിഞ്ഞു, സെയിൽസ് എക്സ്പെൻസ്. ഇൻകം ടാക്സ് 20,000 രൂപ പേബിൾ ഇൻ ജൂണിലാണ്. ഡിവിഡൻഡ് 12,000 പേബിൾ ഇൻ ജൂൺ. രണ്ടിലും ഉണ്ട്. അപ്പോൾ രണ്ട് പേയ്മെൻറ്റ് ഉറപ്പ് വരുന്നത്. ഒരു 20 പിന്നെ എത്ര 12 ജൂണിൽ വരുന്നുണ്ട്. 20, 12 ഉണ്ടാ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. കഴിഞ്ഞില്ല. ഇനിതാ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് റിസീവ് ചെയ്യും ഹാഫ് ഇയർലി മന്ത്. ഏതാണ്? മാർച്ചും ആൻഡ് ഏതാണ്? സെപ്റ്റംബർ. ഹാഫ് ഇയർലി ആണ് കിട്ടുക. ഒന്ന് മാർച്ചിലാണ് കിട്ടുക, പിന്നെ ഏതാണ്? സെപ്റ്റംബർ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുമോ? ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഏപ്രിലും മെയ് ജൂൺ ഇതൊന്നും വരുന്നില്ല. ക്ലിയർ? കൺഫ്യൂസ്ഡ് ആക്കാൻ തന്നാൽ കുഴപ്പമില്ല. ഇത് ഹാഫ് ഇയർലി ആണ് കിട്ടുന്നത്. ഒന്ന് മാർച്ചിലാണ് കിട്ടുന്നത്. ഏപ്രിലിന് മുൻപേ അല്ലേ? മാർച്ച് ഇവിടെ ഇല്ല. പിന്നെ സെപ്റ്റംബർ ഇതിലില്ല, ഒഴിവാക്കാം. ഇനി CS 5 ആണ്. ഓർക്കണ്ട, CS 5 ഏതാ? ഈക്വലൈസർ അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് ഓഫ് ഏതാ? ട്രാൻസ്പോർട്ടേഷൻ. എഴുതിച്ചാണ് ആവറേജ് ഓർ ഏതാണ്? ഈക്വലൈസ്ഡ് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ജസ്റ്റ് ഒന്ന് പറഞ്ഞുവിടാം, ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതിൻ്റെ സ്കോപ്പാണ് പറയുന്നത്. ഇതിലെഴുതിയിട്ടുണ്ട് ഈ സ്റ്റാൻഡേർഡിൻ്റെ പർപ്പസ് എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ്? വായിക്കൂ. ദി സ്റ്റാൻഡേർഡ് ഷുഡ് ബി അപ്ലൈഡ് ഫോർ കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ റിക്വയർഡ് അണ്ടർ എനി സ്റ്റാറ്റ്യൂട്ട് ഓർ എ റെഗുലേഷൻ ഓർ ഫോർ എനി അതർ പർപ്പസ്. അഥവാ നമ്മൾ കോസ്റ്റ് ഷീറ്റ് ഇങ്ങനെ കാണുമ്പോൾ അവിടെ കോസ്റ്റ് ഷീറ്റിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇങ്ങനെ എഴുതണമെങ്കിൽ അതെന്തൊക്കെ ശ്രദ്ധിക്കണം, അതിലെന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്, എന്തൊക്കെ എഴുതണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ദി സ്റ്റാൻഡേർഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എന്തിനൊക്കെ ഉപയോഗിക്കാം? എന്താ? ഡിറ്റർമിനേഷൻ ഓഫ് ആവറേജ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ടു അറൈവ് ദ അസംബിൾ വാല്യൂ ഓഫ് ദ എക്സൈസബിൾ ഗുഡ്സ്. പിന്നെ ഇൻഷുറൻസ് ക്ലെയിം വാല്യുവേഷൻ. പിന്നെ എന്താ? വർക്കിംഗ് ഔട്ട് ക്ലെയിം ഫോർ ഫ്രൈറ്റ് സബ്സിഡി. Then administrative price mechanism of freight cost elements, determination of inward freight cost purchase attributable to acquisition. Inward എപ്പോഴാ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ, including the value of inventory of accounting valuation of the stock hypothecation of financial institution. അങ്ങനെ കൂടുതൽ പറയാനില്ല. ഓക്കെ അല്ലേ? ദെൻ അടുത്ത എന്താണ്? ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസിങ് ഇൻസ്റ്റലേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. ബേസിക് സിമ്പിൾ തിയറി നോക്കാം. സൈസ് ഓഫ് ദ ഫേം ആണ്. അഥവാ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പരിഗണിക്കേണ്ട കാര്യങ്ങളാണ്. സൈസ് ഓഫ് ദ ഫേം. പ്രത്യേകിച്ചും സ്മോൾ സൈസ് ബിസിനസ് സ്ഥാപനത്തിന് എന്തിൻ്റെ ആവശ്യമില്ല? കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. മനസ്സിലാവേണ്ട. കാരണം ചെറിയ സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ സ്മോൾ സൈസ് ഒരു ചെറിയൊരു ഫർണിച്ചർ ഷോപ്പ് അല്ലെങ്കിൽ ഫർണിച്ചർ മാനുഫാക്ചറിങ് യൂണിറ്റിന് എന്തില്ല, ഒരു ഔട്ട്ലെറ്റൊക്കെ ഉള്ളതിന് പ്രത്യേകിച്ച് ഒരു കോസ്റ്റ് കൺട്രോളിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഇല്ല. നേരെ കുറച്ച് മയൂരിയൊക്കെ പോലെയുള്ള വലിയ സ്ഥാപനങ്ങളില്ലേ, അവിടെയൊക്കെ എന്ത് വേണ്ടി വരും? അതിൻ്റെ ആവശ്യമുണ്ടോ? പിന്നെ മാനുഫാക്ചറിങ് പ്രോസസ്സ് നോക്കണം. ദെൻ നേച്ചർ ആൻഡ് നമ്പർ ഓഫ് പ്രൊഡക്റ്റ് നോക്കണം. മാനേജ്മെൻറ്റ് കൺട്രോളിൻ്റെ ആവശ്യമുണ്ടോ നോക്കണം. റോ മെറ്റീരിയലിൻ്റെ റിക്വയർമെൻറ്റ്, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ദെൻ എക്സ്റ്റേണൽ ഫാക്ടർ. ഇപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഒരു സ്ഥലത്ത് കോസ്റ്റിംഗ് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് എന്നാണ്. 8A ആയിരുന്നു. 8B നമ്മൾ ഓൾറെഡി ഈ തിയറി എന്ത് ചെയ്തിട്ടുണ്ടാവും? ലേബറിൽ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ അല്ലേ? എന്താണ് ഐഡിൽ ടൈം എന്താണെന്നും അതിൻ്റെ റീസൺ ആണോ ഉണ്ട്, കല്ല ഓർമ്മ ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. എന്നാലും ഇപ്പോൾ പഠിക്കാം. മീനിങ് ഓഫ് ഐഡിൽ ടൈം. എന്താണ് ഐഡിൽ ടൈം? വായിക്കൂ. ഐഡിൽ ടൈം റെഫേഴ്സ് ടു ദ പീരിയഡ് ഡ്യൂറിങ് വിച്ച് എംപ്ലോയി ഓർ മെഷീൻ ആർ നോട്ട് ആക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡക്റ്റീവ് വർക്ക് ബട്ട് ആർ സ്റ്റിൽ ബീയിങ് പെയ്ഡ്. പൈസ കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? പണിയെടുക്കുന്നില്ല. ഇറ്റ് റെപ്രസെൻറ്റ് അൺപ്രൊഡക്റ്റീവ് ടൈം ദാറ്റ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ദ completion of the task or overall output of the organization. Idle time refers to the period of time when the asset such as machine or employee is available for use but remain unproductive.
അവൈലബിൾ ആണ്, പക്ഷെ എന്തല്ല പ്രൊഡക്റ്റ്. എക്സാമ്പിൾ ഐഡിൽ ടൈം ഡ്യൂ ടു പവർ ഫെയിലിയർ, മെഷീൻ ബ്രേക്ക് ഡൗൺ, അങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ട് ഉണ്ടാവുന്നതാണ്. റീസൺ കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇവർ ചോദിച്ചുള്ള ഐഡിൽ ടൈം എന്താണെന്ന് ചോദിച്ചാൽ അടുത്തേതാണ് അതിൻ്റെ റീസൺ ചോദിച്ചത്. റീസൺ എങ്ങനെയൊക്കെയാണ് പറയുന്നത്? ഫസ്റ്റ് പ്രൊഡക്ഷൻ കോസസ് ആണ്. എന്താ? മെഷീൻ ബ്രേക്ക് ഡൗൺ ആവാം, പവർ ഇല്ലാതിരിക്കുക, അല്ലെ വെയിറ്റിംഗ് ഫോർ വർക്ക്, വെയിറ്റിംഗ് ഫോർ ടൂൾ, വെയിറ്റിംഗ് ഫോർ മെറ്റീരിയൽ, വെയിറ്റിംഗ് ഫോർ ഇൻസ്ട്രക്ഷൻ, എല്ലാം ഉണ്ട്. പക്ഷെ സൂപ്പർവൈസർ എന്ത് പറഞ്ഞിട്ടില്ല, ഏത് പണി ആദ്യം തുടങ്ങണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അഡ്മിനിസ്ട്രേഷൻ കോസ് ആവാം, പുവർ പ്ലാനിങ്, പിന്നെ ഇനാഡിക്വേറ്റ് ഗൈഡൻസ്, ലാക്ക് ഓഫ് സൂപ്പർവിഷൻ, അൺയൂഷ്വൽ ടീ ബ്രേക്ക്. അടുത്തതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫാക്ടറി ഗേറ്റ് പ്ലേസ് ഫോർ ദ വർക്ക്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫാക്ടറി ഗേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് വർക്ക്. മറ്റൊരു പ്രശ്നമാണ്, ഫാക്ടറിയുടെ ഗേറ്റിൽ സാധനം എത്തിയിട്ടുണ്ടാവും, പ്ലേസ് ഓഫ് വർക്ക് തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയാണ് ഫാക്ടറിയുടെ ഗേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, പഞ്ചിങ് ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യണം, ഒരു 1/2 കിലോമീറ്ററോളം നടക്കാണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ഗ്യാപ്പിൽ എന്തില്ല, ഒരിക്കലും എന്ത് നടത്തൂല, പ്രൊഡക്ഷൻ നടത്തൂല. അപ്പോൾ ആ ഏതിൻ്റെ അപര്യാപ്തതയാണ് അഡ്മിനിസ്ട്രേഷൻ്റെ. അടുത്ത ഇൻ്റർവെൽ ബിറ്റ്വീൻ വൺ ജോബ് ആൻഡ് അനദർ ജോബ്. ഒരു പണി കഴിഞ്ഞ് മറ്റൊരു പണി ചെയ്യാനൊന്നും കൃത്യമായ ഒരു സമയത്തിന് എന്തില്ല, ബന്ധിതമല്ല, തോന്നിയ പോലെ. പിന്നെ ഇക്കണോമിക് കോസ്റ്റ് ആവാം, ഡിമാൻഡ്. അവിടുത്തെ ഒരു പ്രശ്നമാണ്, എല്ലാം ഉണ്ട്, പവറുണ്ട്, സൂപ്പർവൈസർ ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ എന്തില്ല, സാധനം ഉണ്ടാക്കിയിട്ട് പ്രൊഡക്റ്റ് വിൽക്കാനുള്ള സ്കോപ്പില്ല. പിന്നെ സ്ട്രൈക്ക് വരാം, അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ദ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ക്ലോഷർ ഇൻ സീസണൽ ഇൻഡസ്ട്രി, സർപ്ലസ് മാൻ പവർ, ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ എന്ത് ക്വസ്റ്റ്യനാണ്, എന്താ പറയുക, ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഏതൊക്കെയാണ്? ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, കോൺടാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടെ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? കാരണം ഒരു 5 മാർക്കല്ലേ അല്ലേ, കോമൺ സെൻസ് അപ്ലൈ. ദാറ്റ്സ് ഓൾ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ഹാപ്പി ആയിട്ട് സ്റ്റഡി ചെയ്യാം. ഓക്കെ, ശരി, പഠിച്ചോ.